ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് മുറുക്ക് തയ്യാറാക്കിയാലോ? വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ മുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? ഈ മുറുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ഉഴുന്ന് നമുക്ക് വറുത്തെടുക്കാനുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് ഉഴുന്നാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത്. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മാത്രം മതി. ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തതാണിത്. ഈ മുറുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത്. വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ കടയിൽ നിന്നും വാങ്ങിയ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ എള്ളാണിപ്പോൾ ചേർത്തത്. 2 നുള്ള് കായവും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് അല്പം കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് എണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ലതുപോലെ മാവ് ഇവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഇടിയപ്പം പ്രസ്സിലേക്ക് മാറ്റാം. ഇത് അടച്ച ശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഈ അച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ വളരെ സ്മൂത്തായിട്ടാണ് മാവ് വീഴുന്നതെങ്കിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഒരു ട്രേയിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഈ മുറുക്കിൻ്റെ മാവ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബേക്കിംഗ് പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ അല്പം എണ്ണ പുരട്ടിയ ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുഴച്ചെടുത്ത മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സ്മൂത്തായിട്ട് എളുപ്പത്തിൽ നമുക്ക് മുറുക്കിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അവസാനം ഇതിൻ്റെ അറ്റത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എണ്ണയിലേക്കിടുമ്പോൾ അത് വിട്ടുപോകാതിരിക്കാനാണ്. കുഴച്ചെടുത്ത മാവിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാവ് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ മുറുക്കിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് അല്പം മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മാവ് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. എണ്ണ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ മുറുക്കായിട്ട് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. മുറുക്ക് എണ്ണയിലേക്കിടുമ്പോൾ ഇതുപോലെ കുമിളകൾ വരും. 2 വശവും നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ കുമിളകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് മുറുക്ക് പാകമായെന്ന് അറിയുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ ആദ്യത്തെ മുറുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മുറുക്കും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഈവനിങ് സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞനിയത്തിമാർ ഇത് എത്രയും പെട്ടെന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. ആ മാവ് തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായാൽ മാത്രം മതി. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ച്
തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.